ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ഈ ഉപയോഗത്തിനിടയിൽ അനാവശ്യമായി വരുന്ന പരസ്യങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വകാര്യതയ്ക്കും സമയത്തിനും തടസ്സമാകുന്നു. മാത്രമല്ല, അമിതമായ പരസ്യങ്ങൾ നമ്മുടെ ഡേറ്റയും വേഗത്തിൽ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ഇത്തരം പരസ്യങ്ങൾ ഫലപ്രദമായി എങ്ങനെ തടയാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ തടയുന്നതിനായിട്ട് നിങ്ങൾ രണ്ട് മാർഗ്ഗങ്ങൾ പ്രധാനമായിട്ട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം സെറ്റിംഗ്സുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ചെയ്തു വെക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ പ്രധാനമായിട്ട് നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ പരസ്യങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത മൊബൈൽ ഫോണുകളെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന അൺവാണ്ടഡ് ആഡ്സുകളെല്ലാം നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയുടെ നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് പ്രധാന ഓപ്ഷനുകൾ നമ്മളിവിടെ കാണാവുന്നതാണ്. ഒന്നാമത്തത് റെക്കമെൻഡഡ് എന്നുള്ളതും രണ്ടാമത്തത് ഓൾ സർവീസ് എന്നുള്ളതുമാണ്. നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്ഷനായ ഓൾ സർവീസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് അല്പം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വിൻഡോയിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് ആഡ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തത് റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ളതാണ്. മൂന്നാമത്തത് ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ളതാണ്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന അഡ്വർടൈസിംഗ് ID റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. അതിൽ നമുക്ക് ഈ ഒരു അഡ്വർടൈസിംഗ് ID നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഏത് ഐഡിയിൽ നിന്നാണോ നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വരുന്നത്, ഈ റീസെറ്റ് ചെയ്യുക വഴി ആ പരസ്യങ്ങൾ ബ്ലോക്ക് ആകുന്നതാണ്. അതാണ് റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ഓപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതൊന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ഒരു പോപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ഈ ഒരു പോപ്പ് വിൻഡോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാൻസൽ അല്ലെങ്കിൽ കൺഫേം എന്നുള്ള ഈ രണ്ട് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ ഈ അഡ്വർടൈസിംഗ് ID റീസെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് താഴെയായിട്ട് കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ റീസെറ്റ് ആയിരിക്കുന്ന അഡ്വർടൈസിംഗ് ഐഡിയെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ഓപ്ഷന് താഴ്ഭാഗത്തായിട്ടുള്ള ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പ് വിൻഡോ ഇവിടെ വരുന്നതാണ്. ആ ഒരു പോപ്പ് വിൻഡോ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം ഡിലീറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പോപ്പ് വിൻഡോ വായിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ചെയ്യുക. അപ്പോൾ അത് വായിച്ചു നോക്കിയതിന് ശേഷം ഈ പോപ്പ് വിൻഡോയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ അഡ്വർടൈസിംഗ് ID എന്നതേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫോണിൽ ഇതുപോലെ പരസ്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ശല്യമാകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ കുറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോൺ മേടിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 10,000-ൽ കുറഞ്ഞ ഒരു ഫോണും വാങ്ങിക്കാതിരിക്കുക. ഏകദേശം 10,000 രൂപ താഴെ വരുന്ന വില കുറഞ്ഞ ഫോണുകളിലേക്കാണ് കൂടുതലായിട്ടും ഇതുപോലെ പരസ്യങ്ങളൊക്കെ ഒരുപാട് കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 10,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള വിലയുള്ള ഫോണുകളൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. കുറഞ്ഞ പക്ഷം ഒരു 16,000 രൂപയെങ്കിലും നിങ്ങൾ ഒരു ബഡ്ജറ്റ് കരുതുക നല്ല ഫോണുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ഫോണുകളൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും, പരസ്യങ്ങളും കുറവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കിയിടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.